നോട്ട്ബുക്കിൽ ദിഗ്വേഷിന് വീണ്ടും പിഴച്ചു. IPL സീസണിൽ 3-ാം തവണയും ദിഗ്വേഷ് രാധിക്കെതിരെ BCCI നടപടി. അഭിഷേക് ശർമ്മയെ ചൊറിഞ്ഞതിന് മാച്ച് ഫീയുടെ 50% ദിഗ്വേഷ് പിഴയടയ്ക്കണം. അടുത്ത മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കളിക്കാനും കഴിയില്ല. താരലേലത്തിൽ ലഭിച്ച 30 ലക്ഷം രൂപയിൽ ഫൈൻ അടച്ചു കഴിഞ്ഞ് ദിഗ്വേഷിന് ബാക്കി എന്ത് ലഭിക്കും? ആരാധകരുടെ ആശങ്ക ഇങ്ങനെയാണ്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ സ്പിന്നറിന് ഇനി എത്ര തുക ലഭിക്കും? എത്ര രൂപ പിഴയായി ദിഗ്വേഷ് BCCIക്ക് അടയ്ക്കേണ്ടതുണ്ട്? ആരാധകർ സംശയിക്കുന്ന കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. വിക്കറ്റ് എടുത്ത താരത്തിന്റെ പേര് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ഇതാണ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ അർത്ഥമാക്കുന്നത്. ഈ സീസണിൽ പലതവണ ദിഗ്വേഷ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ നടത്തി. ആദ്യത്തെ 2 തവണ BCCI നടപടിയെടുത്തു. പഞ്ചാബ് കിങ്സിന്റെ പ്രിയാൻ ഷാരിയെയും മുംബൈ ഇന്ത്യൻസിന്റെ നമൻദിറിനെയും വീഴ്ത്തിയപ്പോൾ ദിഗ്വേഷ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ നടത്തി. ആദ്യത്തെ തവണ മാച്ച് ഫീയുടെ 25% പിഴ, 2-ാം തവണ 50% പിഴ വിധിച്ചു. മുമ്പൊക്കെ മാച്ച് ഫീയുടെ 25% എന്ന് പറഞ്ഞാൽ ലേലത്തിൽ വിളിച്ചെടുക്കുന്ന തുകയിൽ നിന്നാണ് കുറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ലേലത്തിൽ വിളിച്ച തുകയിൽ എത്ര രൂപ ഒരു മത്സരത്തിൽ കിട്ടുമെന്നതിൻ്റെ ഒരു ഭാഗം. എന്നാൽ ഇത്തവണ ഒരു മാറ്റമുണ്ട്. IPL തുടങ്ങും മുമ്പ് BCCI മുൻ സെക്രട്ടറി ജയ്ഷ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. IPLൽ കളിക്കുന്ന താരങ്ങൾക്ക് ഓരോ മത്സരത്തിനും 7.5 ലക്ഷം രൂപ നൽകും. ഇന്ത്യൻ താരമായാലും വിദേശ താരമായാലും ഈ തുക ലഭിക്കും. സീസണിൽ 14 മത്സരങ്ങൾ കളിക്കുന്ന ഒരു താരത്തിന് 1,05,000 രൂപ ലഭിക്കും. IPL ടീമുകളാണ് താരങ്ങൾക്ക് പണം നൽകേണ്ടത്. ഇതിനായി ഓരോ ടീമുകൾക്കും BCCI 12,50,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ദിഗ്വേഷിന്റെ കാര്യമെടുത്താൽ ഒരു മത്സരത്തിന്റെ പ്രതിഫലമായ 7.5 ലക്ഷത്തിൽ നിന്നാണ് 25% ഫൈൻ അടയ്ക്കേണ്ടത്. ആദ്യ മത്സരത്തിലെ പിഴയ്ക്ക് 1,87,500 രൂപ പിഴ. പിന്നെ 50% പിഴ ഉയർന്നപ്പോൾ ദിഗ്വേഷ് അടയ്ക്കേണ്ട തുക ഇരട്ടിയായി. അതായത് 3,75,000 രൂപ. കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സ് താരം അഭിഷേക് ശർമ്മയെ ദിഗ്വേഷ് വെറുതെ വിട്ടില്ല. നോട്ട്ബുക്ക് സെലിബ്രേഷന് പിന്നാലെ ഡഗ് ഔട്ടിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനവും. വീണ്ടും 50% BCCI പിഴയിട്ടത്. സീസണിലാകെ ദിഗ്വേഷ് പിഴയടയ്ക്കേണ്ട തുക 9,43,500 രൂപ. IPLൽ പ്ലേ ഓഫ് കാണാതെ ദിഗ്വേഷിന്റെ ലക്നൗ പുറത്തായിരിക്കുകയാണ്. വിലക്കുള്ളതിനാൽ അടുത്ത മത്സരത്തിൽ ഗുജറാത്തിനെതിരെ ദിഗ്വേഷിന് ഇറങ്ങാനാകില്ല. എന്നാൽ ഇതുകൂടാതെ ലീഗ് സ്റ്റേജിൽ ഒരു മത്സരം കൂടി ലക്നൌവിന് ബാക്കിയുണ്ട്. അതിൽ ദിഗ്വേഷ് ഇറങ്ങിയാൽ ഈ സീസണിൽ ദിഗ്വേഷ് കളിച്ച മത്സരങ്ങളുടെ എണ്ണം 13 ആകും. ഈ മത്സരങ്ങളിൽ നിന്ന് 97,50,000 രൂപ ദിഗ്വേഷിന് ലഭിക്കും. ഇതോടൊപ്പം ലേലത്തുകയായ 30 ലക്ഷവും. ആകെ 1,27,50,000 രൂപ. ഇതിൽ നിന്നും പിഴത്തുകയായ 9,43,500 രൂപ പോയാലും ദിഗ്വേഷിന്റെ പേഴ്സിൽ 1,18,06,500 രൂപ ബാക്കിയുണ്ടാവും.